ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെടികളിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കാണാം. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പച്ചക്കറിയുടെ വേസ്റ്റും പഴത്തൊലിയും അതെല്ലാം കൂടെ പുളിച്ച കഞ്ഞി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചേക്കും. ഒരു 3-4 ദിവസം കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഊറ്റി അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികളിലൊക്കെ തളിച്ചു കൊടുക്കും. അപ്പോൾ നല്ല കായ്ഫലം ഉണ്ടാവും. പിന്നെ കൃമികീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറയും. നല്ല ഇടയ്ക്കിടയ്ക്ക് ഇത് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ഇതുപോലെയൊക്കെ പാവയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ പിടിച്ചു കിടക്കും. ഇതിനകത്ത് വണ്ട് വെള്ളീച്ചയൊക്കെ കുത്തുമെന്ന് പറഞ്ഞ് ഇതിനകത്ത് കൂട് കെട്ടിയിട്ടേക്കും. ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇത് വഴുതനങ്ങയാണ്, ഉണ്ട വഴുതനങ്ങ. ഇതൊക്കെ നമുക്കിങ്ങനെ വിളവെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇത് സിമ്പിളായ കാര്യമല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ വിളവെടുക്കാൻ പറ്റും. ഇനി ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. എല്ലാം പൂ വരുന്നുണ്ട്. ഇനി കുക്കുംബറിലും എല്ലാം ഇത് ഈ വളം ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം മഴയായതുകൊണ്ട് ഒരുപാട് വെള്ളം കെട്ടി നിന്നുകൂടെ ചെടികളുടെ ചുവട്ടിൽ. കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിന് വലിയ ചിലവൊന്നുമില്ലല്ലോ, നമ്മളുടെ ടൈം കുറച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ. കായും പൂവൊക്കെ നല്ലോണം പിടിക്കും. ഇത് കാന്താരിയാണ്, പൂ പിടിച്ച് വരുന്നുണ്ട്. ഇത് കുക്കുംബറാണ്. ഇതിനകത്ത് ചെറുതിലെ തന്നെ പൂവെല്ലാം പിടിച്ച് വരുന്നുണ്ട്. ഓരോ ചുവട്ടിലും പൂ പിടിച്ച് ചെറിയൊരു തൈ നട്ടതാണ്. കുക്കുംബർ വരുന്നുണ്ട്. നിന്നെ എങ്ങോട്ടേലും പടർത്തി കൊടുക്കണം. ഇതൊരു പയറിൻ്റെ അതിപ്പം പടർത്തുന്നതേ ഉള്ളൂ. ഇത് കാന്താരി. ഇതെല്ലാം കാന്താരി പിടിച്ച് വരുന്നുണ്ട്. കാന്താരിയൊക്കെ ഇടയ്ക്കൊന്ന് മണ്ട കുരുട്ടിച്ച് പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലും കൂടെ ഇച്ചിരി തളിച്ചു കൊടുക്കാം. ഇച്ചിരി ചെടികളുടെ മുകളിലുമൊക്കെ തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എല്ലാവരും പറ്റുമെങ്കിൽ അവരവരുടെ വീട്ടിൽ കുറേശ്ശെ കൃഷി ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്. ഒരു മുളകെടുക്കുമോ, ഒരു പയർ പറിക്കുമോ, എന്തേലുമൊക്കെ പച്ചക്കറി നമുക്ക് നമ്മളെ സ്വന്തം ഇത് പയറാണ്, വീട്ടിൽ നിന്നും പറിച്ചെടുക്കുന്നത് നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ ഇത് ഉണ്ടമുളക് ഞാൻ കുറേ പ്രാവശ്യം നട്ടു. അത് പക്ഷേ നല്ലോണം പിടിച്ച് വരുന്നില്ലായിരുന്നു. പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഉണ്ടമുളക്. ഇവിടെ ഒരു ഉണ്ടമുളക് പിടിച്ച് വരുന്നുണ്ട്. പണ്ടൊക്കെ ഉണ്ടമുളക് പെട്ടെന്ന് പിടിക്കുമായിരുന്നു. ഇപ്പോൾ ഉണ്ടമുളക് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഞാൻ കുറേ മൂട് കൊണ്ട് നട്ടായിരുന്നു, പക്ഷെ പിടിക്കാൻ പാടാണ്, മുരടിച്ചു പോകും തൈ അരി.